പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം അവിടെ തുടങ്ങും. വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 11,000 കോടിയുടെ അടക്കമുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടി മുതൽ ഉള്ള തീവണ്ടികളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, മോദി എത്തിയോ? എന്താണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും എത്തി വേണു. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാനായിട്ട് വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. BJP വലിയ രീതിയിൽ ഈ റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചിരുന്നു. റോഡിന്റെ ഇരുവശവും നിരവധി ആളുകൾ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇപ്പോൾ വാഹനത്തിൽ ആണ് സഞ്ചരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം വാഹനത്തിന് പുറത്ത് ഇറങ്ങി ജനങ്ങളെ അഭിവാദ്യം ചെയ്യും. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളും അതിനനുബന്ധമായിട്ടുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ആ ഒരു സാഹചര്യത്തിൽ സുരക്ഷാ ഭീഷണികൾ നിലവിലുണ്ട്. ഇത് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വളരെ കർശനമായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. വേണു, ഇതിലൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം ഇതുവരെ ഉള്ള ഈ അയോധ്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, അത് നരസിംഹറാവുവിന്റെ കാലത്താണെങ്കിലും രാജീവ് ഗാന്ധിയുടെ കാലത്താണെങ്കിലും ഏതെങ്കിലും പ്രധാനമന്ത്രിമാർ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എക്കാലത്തും കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള താല്പര്യങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോഴും പ്രധാനമന്ത്രിമാരായിട്ടുള്ള ആരും നേരിട്ട് പങ്കെടുത്ത് ഇവിടെ ഒരു ചടങ്ങിലേക്ക് എത്തിയിട്ടില്ല. അഥവാ അവരുടെ പ്രതിനിധികളെയാണ് ഈ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഇവിടേക്ക് അയച്ചിരുന്നത്. അതിനൊരു മാറ്റം കൂടി വരികയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് ഈ അയോധ്യയിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അതൊരു വലിയ രാഷ്ട്രീയ സന്ദേശം നൽകുന്ന വിധത്തിലാണ്. ഇന്നു മുതൽ 22-ാം തീയതി വരെ നീളുന്ന പരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി എന്ന രീതിയിൽ ഇവിടേക്ക് എത്തുകയും വിവിധ വികസന പദ്ധതികളുടെ ഭാഗമായിട്ട് അദ്ദേഹം ഈ പങ്കെടുക്കുകയും ചെയ്യുകയാണ്. ഔദ്യോഗികമായിട്ട് രാമക്ഷേത്ര നിർമ്മാണം തങ്ങളുടെ പാർട്ടിയുടെ അജണ്ടയാണ് എന്ന് BJP പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം ചെയ്ത പ്രവൃത്തികൾ, അതിനുവേണ്ടി നടത്തിയ നടപടികൾ, ഇവയെല്ലാം വിവരിക്കുന്ന വിധത്തിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ BJP ഇവിടുത്തെ പരിപാടിയെ കണ്ടിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇതിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 22-ാം തീയതി വരെ നീളുന്ന ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളും ഇന്നു മുതൽ ആരംഭിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഈ പോകുന്ന വഴികളിൽ നിന്ന് അദ്ദേഹം ഇതിന് പുറത്തേക്ക്, ഇപ്പോൾ അദ്ദേഹം വാഹനത്തിന് പുറത്ത് നിന്ന് കൈ കാണിച്ചാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ഇടങ്ങൾക്കാണ് അദ്ദേഹം പോകുന്നത്. ആദ്യം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനമായിരിക്കും നടക്കുക. ഈ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത് ഒരു വിമാനത്താവളത്തിന്റെ രൂപസാദൃശ്യങ്ങളോടെയാണ്. അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് അയോധ്യയിലെ ഈ റെയിൽവേ സ്റ്റേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് അനുബന്ധമായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വികസന പദ്ധതികൾ ഉണ്ട്. റോഡുകളുടെ ഉദ്ഘാടനം അടക്കമാണ് പ്രധാനമന്ത്രി നിർവഹിക്കാനായി പോകുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹം അന്താരാഷ്ട്ര വിമാനത്താവളം രാജ്യത്തിന് സമർപ്പിക്കുന്നത്. ഈ അയോധ്യയുമായി ബന്ധപ്പെട്ടിട്ട് ഇനി നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വരെയുള്ള കാര്യങ്ങൾ, അതിന്റെ മേൽനോട്ടം പ്രധാനമന്ത്രി ആണ് വഹിക്കുന്നത്. ഇക്കാര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തും. ക്ഷേത്രത്തിന്റെ മേഖലയിലേക്ക് പോയിട്ടാകില്ല അഥവാ ഈ വിലയിരുത്തൽ എന്നതാണ്. പ്രധാനപ്പെട്ട ആളുകളെല്ലാം അദ്ദേഹം കാണുന്നുണ്ട്. അങ്ങനെ വിലയിരുത്തൽ യോഗങ്ങൾ ഇന്ന് നടക്കുകയും ചെയ്യും. റോഡിന് ഇരുവശവും നിരവധി ആളുകൾ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നു. ആ ഒരു സാഹചര്യം BJPയെ സംബന്ധിച്ച് അവർ വലിയ അലങ്കാരങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. രാമന്റെയും ഒപ്പം രാമായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങളുടെയും ഒക്കെ രൂപ സാദൃശ്യങ്ങളോട് ചേർന്നിട്ടുള്ള വേഷവിധാനങ്ങൾ ഒക്കെ അണിഞ്ഞാണ് ഇവിടേക്ക് ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ട് ആളുകൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രധാനമന്ത്രി റോഡിന് ഇരുവശവുമുള്ള ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നീങ്ങുന്നത്. മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്, നമ്മൾ ഇതുവരെയുള്ള ചില പരിപാടികളിലൊക്കെ തെരഞ്ഞെടുപ്പിന്റെ സൂചനകൾ നൽകിയിരുന്നെങ്കിലും BJP അവരുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളുടെ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് നടത്തുന്നത്. ആ സന്ദേശം പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് പ്രധാനമന്ത്രി ഇന്ന് ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. ഇത്ര വലിയ ഒരു റോഡ് ഷോ പ്രത്യേകിച്ച് അയോധ്യയിൽ തന്നെ സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചതിന് രാഷ്ട്രീയമായിട്ട് ഏറെ വശങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശവാദം, അത് പൂർണ്ണമായിട്ടും രാമക്ഷേത്രത്തിന്റെ കാരണം
തങ്ങളാണ് എന്ന വാദത്തിലേക്ക് BJPക്ക് നിലയുറപ്പിക്കേണ്ടതുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും BJPയുടെയും ശ്രമം. അയോധ്യ മൂടി പിടിപ്പിക്കാൻ ഒരുപക്ഷെ അനുവദിച്ചിരിക്കുന്ന തുക ഏതാണ്ട് 11,100 കോടി രൂപയാണ്. ഇത് ഒരു സ്ഥലത്തെ സംബന്ധിച്ച് ഒരു അയോധ്യ പോലെയുള്ള ഇടങ്ങളെ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു സംഖ്യയാണ് ആ മേഖലയ്ക്ക് മാത്രമായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളും ഒക്കെ അയോധ്യയെ ഇതിനകം തന്നെ മുഖമിനുക്കുന്ന വിധത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് പതിറ്റാണ്ടുകളോളം ഒരുപക്ഷെ ഈ കോടതി വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഏതെങ്കിലും ഒരു ഭൂമിയുടെ ക്രയവിക്രയം പോലും സാധ്യമല്ലാത്ത ഒരു നഗരമായിരുന്നു വർഷങ്ങളോളം അയോധ്യ. അതിന് മാറ്റം വന്നിരിക്കുന്നു ഈ രാമക്ഷേത്ര വിധി വന്നതിന് ശേഷം. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം മാത്രമല്ല, വിവിധ മേഖലകളിലുള്ള വികസന പദ്ധതികളുടെയും വീടുകളുടെയും ഒക്കെ നിർമ്മാണ പ്രവർത്തികൾ ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ അയോധ്യയിൽ ശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചുകൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിന് കാരണക്കാർ തങ്ങളാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് ഇപ്പോൾ BJPയുടെ ലക്ഷ്യം. നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ റോഡിന് ഇരുവശവും നിന്ന് ജനങ്ങൾ ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടാണ് ഈ വിധത്തിൽ ഈ യാത്രയെ BJP പ്രവർത്തകർ സ്വീകരിക്കുന്നത്. BJP ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരുക്കങ്ങൾ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ഈ റോഡ് ഷോ ഇനി നഗരത്തിനുള്ളിലേക്ക് കൂടുതൽ വരുമ്പോൾ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കുക. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും രാമക്ഷേത്രം യാഥാർത്ഥ്യമായത് ആക്കാനായത് അവരെ സംബന്ധിച്ച് ഒരു വലിയ രാഷ്ട്രീയ നേട്ടം എന്ന രീതിയിലാണ് അവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പര്യാപ്തമാകുന്ന വിധത്തിൽ ഉള്ള പ്രചരണ പരിപാടികൾ ഇന്നു മുതലുള്ള ദിവസങ്ങളിൽ ആരംഭിച്ച് 22-ാം തീയതി വരെ നീളുന്ന രീതിയിൽ അയോധ്യയിൽ സംഘടിപ്പിക്കുക എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 22-ാം തീയതി പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുന്നുണ്ട് എങ്കിലും 22-ാം തീയതിയോടുകൂടി ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ BJP അവസാനിപ്പിക്കാനായി ലക്ഷ്യമിടുന്നില്ല. മറിച്ച് അതിന് വേണ്ടിയിട്ട് BJPയും സംഘപരിവാറും ജൂലൈ വരെ നീളുന്ന വിധത്തിലാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രാണപ്രതിഷ്ഠ 22-ന് നടന്നാൽ പിന്നീട് ഉണ്ടാകുന്നത് 48 ദിവസത്തെ മണ്ഡല ആഘോഷങ്ങളാണ് ഉണ്ടാവുക. അത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ മണ്ഡല ആഘോഷം നടക്കുക എങ്കിലും അത് രാജ്യത്തെ എല്ലാ ഇടങ്ങളിലും ഈ മണ്ഡല ആഘോഷങ്ങൾ ഉത്തരേന്ത്യയിൽ സാധാരണ പതിവുള്ളതല്ല. ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ സാധാരണ പതിവുള്ളതല്ല. കേരളത്തിലാണ് ഈ ശബരിമല തീർത്ഥാടനത്തോട് അനുബന്ധമായിട്ട് ഈ മണ്ഡലകാലം ആചരിക്കുന്ന പതിവുള്ളത്. അതിനെ അതേ രീതിയിൽ തന്നെ പകർത്തിക്കൊണ്ടാണ് മണ്ഡല ആഘോഷം എന്ന പേരിൽ ഈ അയോധ്യയിലും അത്തരത്തിൽ ഈ ഉദ്ഘാടനത്തിന് ശേഷമുള്ള 48 ദിവസം ആചരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈ 48 ദിവസം രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭക്തർക്ക് ഇവിടേക്ക് വരാനായിട്ട് ഓരോ ദിവസം എന്ന രീതിയിൽ തിരിച്ചു നൽകിയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത്, പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാനായി സാധിക്കുന്നു. വാഹനത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. തന്നെ കാണാനെത്തിയവരെ അദ്ദേഹം അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അയോധ്യയിലെ എല്ലാ മേഖലകളും ഇതിനകം തന്നെ വലിയ രീതിയിലുള്ള ജനനിബിഡമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ പല ഹോട്ടലുകളും അയോധ്യ നഗരത്തിനുള്ളിലെ ഒരു ഹോട്ടലുകളും ലഭിക്കാത്ത ഒരു സാഹചര്യം, ഫൈസാബാദ് അടക്കമുള്ള മേഖലകളിലെ ഹോട്ടലുകൾ ദിവസങ്ങളോളം ബുക്ക് ചെയ്തിട്ടുള്ള സാഹചര്യം. അങ്ങനെ ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു ഓരോ ദിവസം കഴിയുന്തോറും എന്നത് കൂടി ഒരു വസ്തുതയായിട്ട് നിലനിൽക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതിന്റെ എല്ലാം ഉദ്ഘാടനം തുടക്കം എന്ന രീതിയിൽ ഇന്നത്തെ ഈ വിമാനത്താവളത്തിന്റെയും റെയിൽവേ സ്റ്റേഷന്റെയും ഉദ്ഘാടനം നടക്കാനായി പോകുന്നത്. അയോധ്യയുടെ വികസന പദ്ധതികൾ, ആ വികസന പദ്ധതികളുടെ എല്ലാം ഉദ്ഘാടനത്തിന്റെ തുടക്കം എന്ന രീതിയിലും ഇന്ന് വലിയ പ്രാധാന്യം ഉണ്ട്. ഏതാണ്ട് 11,100 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കമിടാനായിട്ട് പോകുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള പ്രചരണം എന്ന രീതിയിൽ കൂടി ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ റോഡ് ഷോയിൽ പങ്കെടുത്തതിന് ശേഷം രാജ്യത്തെ എല്ലാ ഇടങ്ങളിലേക്കും റാലികളിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹം വ്യത്യസ്ത ദിവസങ്ങളിൽ എത്തും. കേരളത്തിലേക്കും അദ്ദേഹം എത്തുന്നുണ്ട്. ജനുവരി ആദ്യ വാരം തന്നെയാണ് കേരളത്തിൽ
അദ്ദേഹം വിവിധ പരിപാടികളുടെ ഭാഗമായിട്ട് തൃശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ 22-ാം തീയതിക്ക് മുമ്പ് ഇത്തരത്തിലുള്ള സാധ്യമായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും റാലികളിൽ പങ്കെടുത്തതിന് ശേഷമായിരിക്കും അദ്ദേഹം ഈ പ്രാണപ്രതിഷ്ഠാ കർമ്മത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുക. പ്രാണപ്രതിഷ്ഠാ കർമ്മത്തിന് വലിയ പ്രാധാന്യം നൽകാനും വലിയ പ്രചരണം നൽകാനും ഇതിനകം തന്നെ BJP തീരുമാനിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് ഗുണം നൽകും എന്നതിന്റെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിൽ BJP തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് തുടക്കം എന്ന രീതിയിൽ, ഈ പ്രചരണ പരിപാടികളുടെ തുടക്കം എന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അയോധ്യയിൽ നടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനായി സാധിക്കുക. വലിയ രീതിയിലുള്ള ജനസഞ്ചയം ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി ആ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത് ഈ റോഡിന്റെ വശങ്ങളിലുള്ള ജനങ്ങളെ വാഹനത്തിൽ നിന്ന് തന്നെ കൈവീശി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. വലിയ സുരക്ഷാ വെല്ലുവിളി ഉണ്ട് എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസവും അയോധ്യയെ കേന്ദ്രീകരിച്ച് വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണമൊക്കെ ഉയർത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും നഗരമാകെ BJPയുടെ പതാകകൾ കൊണ്ട് പൂർണ്ണമായിട്ടും നിറയ്ക്കാനായിട്ട് BJPക്ക് സാധിച്ചിരിക്കുന്നു. രാമായണത്തിലെ കഥാപാത്രങ്ങളെ അണിനിരത്തി റോഡിന്റെ ഇരുവശവും അങ്ങനെയുള്ള രൂപങ്ങൾ ഉള്ളവരെ അണിനിരത്തിക്കൊണ്ട് ഈ യാത്രയെ മനോഹരമാക്കാൻ, ദൃശ്യ ഭംഗി നൽകാനുള്ള ശ്രമം അതും BJP നടത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഈ റോഡ് ഷോയിൽ പങ്കെടുത്ത് ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനായി സാധിക്കുക. വലിയ ജനസഞ്ചയം പ്രധാനമന്ത്രിയുടെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വന്ന് ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. രാമക്ഷേത്ര ഉദ്ഘാടനം BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാണ്. അത് ഏറ്റവും ഭംഗിയായി നിർവഹിച്ചു. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കടമ അത് വളരെ ഭംഗിയായിട്ട് നടത്തി എന്ന് സ്ഥാപിക്കാനായിട്ടാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഈ റോഡ് ഷോ നടക്കുന്നത്. റോഡ് ഷോ അല്പ നേരത്തിനുള്ളിൽ ഈ റെയിൽവേ സ്റ്റേഷന് സമീപത്തേക്ക് നീങ്ങും. റെയിൽവേ സ്റ്റേഷനിലാണ് ആദ്യത്തെ ഉദ്ഘാടന പരിപാടികൾ ഉള്ളത്. അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ, അഥവാ അന്തർദേശീയ നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് അയോധ്യയിൽ തയ്യാറായിരിക്കുന്നത്. ഈ സാധാരണഗതിയിൽ ഈ അയോധ്യയിലേക്ക് പോകണമെങ്കിൽ ഇതുവരെ നമുക്ക് ഫൈസാബാദിൽ ഇറങ്ങി അവിടെ നിന്നാണ് അയോധ്യയിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് 15 മുതൽ 20 കിലോമീറ്റർ വരെ ഇതിനായി സഞ്ചരിക്കണം. പക്ഷേ ഇനിയുള്ള സാഹചര്യത്തിൽ അയോധ്യയിൽ നേരിട്ട് ട്രെയിനിൽ വരാൻ പറ്റുന്ന വിധത്തിൽ കൂടുതൽ ട്രെയിനുകളൊക്കെ അനുവദിച്ചുകൊണ്ടാണ് ഈ അയോധ്യയിലെ പരിപാടികൾ, അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷൻ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ വലിയ രീതിയിൽ അയോധ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയവും ഒപ്പം BJPയുടെ അജണ്ടാപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ ഉള്ള നടപടികളും ഒക്കെ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ്. നിരവധി ആളുകൾ ഈ റോഡ് ഷോ കാണുവാൻ വേണ്ടിയിട്ട് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വാഹനത്തിൽ നിന്ന് കൊണ്ട് പ്രധാനമന്ത്രി അവരെ അഭിസംബോധന ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഈ അയോധ്യയിലെ വിഷയം, അയോധ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധിയും അതിന് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം ഏറെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള നൃപേന്ദ്ര മിശ്രയാണ് ഈ നിർമ്മാണത്തിന്റെ ആകെ ചുമതല വഹിച്ചത്. ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഏതെങ്കിലും വിധത്തിൽ പങ്കില്ല എന്ന് പറയുമ്പോഴും കൃത്യമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു മേൽനോട്ടം ഈ ക്ഷേത്ര നിർമ്മാണത്തിന് നൃപേന്ദ്ര മിശ്ര വഴി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തികളെല്ലാം സമയബന്ധിതമായിട്ട് ഏതാണ്ട് 3.5 വർഷത്തിന് മുമ്പാണ് ഈ പ്രവൃത്തികൾ LNG ആരംഭിച്ചത്. അതിനുശേഷം 3.5 വർഷം കൊണ്ട് ഇത് ആദ്യ ഇപ്പോഴത്തെ രാമക്ഷേത്രം തയ്യാറാകുന്നത് ആദ്യത്തെ നിലയിൽ ഗർഭഗൃഹം, രണ്ടാമത്തത് രാമസഭ എന്ന രീതിയിലാണ്. മൂന്നാമത്തെ നിലയുടെ പണി ഇപ്പോൾ പൂർത്തിയായിട്ടില്ല. ഈ പണി കൂടി പൂർത്തിയായി, മൂന്നാമത്തെ നിലയുടെ പണി കൂടി പൂർത്തിയായി ഈ ക്ഷേത്രം പൂർണ്ണമായിട്ടും വിശ്വാസികൾക്ക് സമർപ്പിക്കുന്നത് ഒരുപക്ഷെ 2024 ഡിസംബറിലായിരിക്കും. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ 2 നിലകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കി അത് ഭക്തർക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ രാംലല്ലയിൽ ഈ രാമക്ഷേത്രത്തിൽ രാംലല്ല ആയിരിക്കും ഉണ്ടാവുക. ബാലന്റെ രൂപത്തിലാണ്
ഉള്ള രാമനെയാണ് രാംലല്ല എന്ന് പറയുന്നത്. നിയമപരമായിട്ടും ഉള്ള പ്രാധാന്യമാണ് ഈ രാംലല്ല ഇവിടെ പ്രതിഷ്ഠിക്കാനായിട്ട് കാരണം ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആദ്യം ചർച്ച ചെയ്യപ്പെട്ടത് രാമന്റെയും സീതയുടെയും വിഗ്രഹം ഈ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടാകുന്ന വിധത്തിൽ വേണം എന്ന ഒരു ചർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് നിയമപരമായിട്ട് നിലനിൽപ്പില്ല എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുകയായിരുന്നു തുടർന്ന്. കാരണം രാംലല്ലയ്ക്കാണ് സുപ്രീം കോടതി ഈ വ്യവഹാരത്തിന്റെ അടിസ്ഥാന കാരണം അത് രാംലല്ലയാണ്, രാംലല്ലയുടെ അവകാശമാണ് സുപ്രീം കോടതി അംഗീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ സ്ഥാപിക്കേണ്ടത് രാംലല്ലയാണ്, ബാലനായ ശ്രീരാമനെയാണ് എന്ന ഒരു നിഗമനത്തിൽ എത്തുകയായിരുന്നു. തുടർന്നാണ് ഈ സംഘാടക സമിതി ഈ രാംലല്ല സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. ഇപ്പോൾ ഈ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി ഈ റോഡിന് ഇരുവശവുമുള്ള ആളുകളെ അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് അയോധ്യയിൽ കാണാൻ സാധിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അയോധ്യയിൽ മോദിയുടെ റോഡ് ഷോ പുരോഗമിക്കും. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.